ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മലയാളത്തിലെ ആക്ടിവിറ്റി ബുക്കിലെ 5ാമത്തെ ചാപ്റ്ററാണ് രുചിമേളം. രുചിമേളം പാഠഭാഗവും പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. കാണാത്തവർക്കായി മുകളിൽ ഐ ബട്ടൺ ആയിട്ട് ടീച്ചർ കൊടുത്തേക്കാം. കാണാത്തവർ അത് കണ്ടിട്ട് വേണം ആക്ടിവിറ്റി ബുക്കിലോട്ട് വരാൻ. ഓക്കെ, എങ്കിൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ. രുചിമേളം. പ്രവർത്തനം 1. പല പല പലഹാരങ്ങൾ. എനിക്ക് കിട്ടിയ പലഹാരം. എന്താണ് എനിക്ക് കിട്ടിയ പലഹാരം? അവിടെ എന്തൊക്കെയുണ്ട്? ഇലയടയുണ്ട്, ഉണ്ണിയപ്പം, അച്ചപ്പം, മുറുക്ക്, പിന്നെന്താ കുഴക്കട്ട, അതുപോലെ ഒരുപാട് പലഹാരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെഴുതണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പലഹാരം അവിടെ എഴുതേണ്ടതാണ്. ഏതാണ് നിങ്ങൾ എഴുതുന്നത്? ഞാൻ അവിടെ ഇലയട എഴുതി. ഓക്കെ. എൻ്റെ കൂട്ടുകാർക്ക് കിട്ടിയ പലഹാരങ്ങൾ: അച്ചപ്പം, ഉണ്ണിയപ്പം, കൊഴുക്കട്ട, മുറുക്ക്, പഴംപൊരി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അവിടെ എഴുതാം. ഓക്കെ. എൻ്റെ പലഹാരത്തെക്കുറിച്ച് എനിക്ക് അറിയാവുന്നത്. എന്തൊക്കെ എഴുതാം? ഇലയടയെക്കുറിച്ച് എഴുതാമല്ലേ? അരിമാവും ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ചെടുത്ത് അത് ഉരുളയാക്കി ഇലയിൽ വെച്ച് പരത്തി അതിനുശേഷം പഞ്ചസാരയും തേങ്ങയും കുഴച്ചെടുത്ത് മാവിന് മുകളിലായി വെക്കുന്നു. എന്നിട്ട് ഇല മടക്കി ആവിയിൽ വേവിച്ചെടുക്കുന്നു. ഇലയട റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലഹാരത്തിനെ കുറിച്ചാണ് അവിടെ എഴുതേണ്ടത്. എഴുതുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലഹാരം അവിടെ എഴുതി ചേർക്കുക. പ്രവർത്തനം 5.2. പറഞ്ഞതെന്താവാം? അച്ഛനും അമ്മയും കുഞ്ഞുമോളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. ഡോക്ടറെ കാണിച്ചു. ഡോക്ടറും കുഞ്ഞുമോളും തമ്മിൽ പറഞ്ഞത് എന്തൊക്കെയാവാം? നമ്മൾ പാഠഭാഗം പഠിച്ചപ്പോൾ കണ്ടതാണ് അല്ലേ? ചിത്രത്തിൽ നോക്കിയേ, കുഞ്ഞുമോൾ ഡോക്ടർ എടുത്തിരിക്കുന്നത് കണ്ടോ? അച്ഛനും അമ്മയും കുഞ്ഞുമോളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. ഡോക്ടറെ കാണിച്ചു. ഡോക്ടറും കുഞ്ഞുമോളും തമ്മിൽ പറഞ്ഞത് എന്തൊക്കെയാവാം? ഡോക്ടർ ചോദിക്കുവാണേ, ഇന്ന് രാവിലെ ആഹാരം കഴിച്ചില്ലേ മോളെ? അപ്പോൾ കുഞ്ഞുമോള് പറയുന്നു, ഇല്ല ഡോക്ടർ മാമ. എന്താ മോള് ആഹാരം കഴിക്കാത്തത് എന്ന് ഡോക്ടർ ചോദിച്ചു അല്ലേ? എന്തുകൊണ്ടാ മോള് ആഹാരം കഴിക്കാത്തത്? അപ്പൊ കുഞ്ഞുമോൾ എന്ത് പറഞ്ഞു കാണും? എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞു കാണും അല്ലേ? കുഞ്ഞുമോൾക്ക് ക്ഷീണമാണ്, എപ്പോഴും വിശപ്പും ഇല്ല. എനിക്ക് വിശപ്പ് തോന്നാറില്ല ഡോക്ടർ മാമ എന്ന് അവിടെ എഴുതണം. കുഞ്ഞുമോള് പറഞ്ഞതായിട്ട് എഴുതുമല്ലോ. നോക്കിയേ അടുത്ത പേജ്. പ്രവർത്തനം 5.3. ക്രമത്തിൽ എഴുതാം. കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ. താഴെ കൊടുത്ത വാക്യങ്ങൾ വായിച്ച് അവ ക്രമത്തിൽ എഴുതാം. അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു. ഡോക്ടർ മരുന്ന് കൊടുത്തു. കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട. ക്ഷീണം മാറി, അവൾ ഉഷാറായി. കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു. അവളെ ഡോക്ടറെ കാണിച്ചു. ഇതിലെങ്ങനെ ക്രമത്തിൽ എഴുതാം? ആദ്യം ഏതെഴുതാം? ആദ്യത്തെ വാചകം ഏതാണ്? വാക്യം ഏതാണ്? കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട. എഴുതാമല്ലോ. അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു. അവളെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ മരുന്ന് കൊടുത്തു. കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു. ക്ഷീണം മാറി, അവൾ ഉഷാറായി. ഇതുപോലെ ക്രമത്തിൽ നിങ്ങളും എഴുതുക. എഴുതുമല്ലോ. അടുത്ത പ്രവർത്തനം 5.4. കണ്ടെത്തി എഴുതാം. അടിവരയിട്ട പദത്തിന് പകരം പാഠത്തിൽ ഉപയോഗിച്ച പദം കണ്ടെത്തി വാക്യം എഴുതാം. എല്ലാത്തിനും നല്ല രുചി. ഒന്നാമത്തത് എന്താണ്? എല്ലാത്തിനും നല്ല രുചി. രുചിക്ക് പകരം എന്തെഴുതാം നമുക്ക്? പാഠഭാഗത്തിൽ എന്താണ് തന്നിരുന്നത്? സ്വാദല്ലേ? എല്ലാത്തിനും നല്ല സ്വാദ് എന്ന് എഴുതാം. 2. ദിവസം കഴിയുന്തോറും മോൾക്ക് തളർച്ച കൂടി വന്നു. തളർച്ചയ്ക്ക് പകരം പാഠഭാഗത്ത് എന്തായിരുന്നു? ക്ഷീണം. ദിവസം കഴിയും തോറും മോൾക്ക് ക്ഷീണം കൂടി വന്നു. 3. കുഞ്ഞുമോൾ ഉത്സാഹത്തോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. എന്തെഴുതണം? കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. 4. കുഞ്ഞുമോൾക്ക് ഒന്നും തിന്നാൻ വേണ്ട. അതിന് പകരം കഴിക്കാൻ എന്നെഴുതിയാൽ മതി. കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട. അപ്പൊ അടിവരയിട്ട പദങ്ങൾ മാത്രം മാറ്റി എഴുതി കൊടുക്കുക. എഴുതാമല്ലോ. ഓക്കെ. എങ്കിൽ അടുത്ത പ്രവർത്തനം 5.5. ഡയറി എഴുതാം. കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. ആ ദിവസം അവൾ ഡയറിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവും? എഴുതിയാലോ. ഡയറി എഴുതുമ്പോൾ ആദ്യം ഡേറ്റും ദിവസവും ഏതാണെന്ന് വെക്കണം. അത് മുകളിൽ എഴുതണം. 20/10/2025 തിങ്കൾ. ഇന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ സ്കൂളിൽ വന്നു തുടങ്ങി.
എനിക്ക് സുഖമില്ലായിരുന്നു. എനിക്ക് എപ്പോഴും ക്ഷീണവും ആഹാരവും വേണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ മാമൻ എന്നോട് പോഷകാഹാരങ്ങൾ കഴിക്കാൻ പറഞ്ഞു. അതുകൂടാതെ മരുന്നും തന്നു. ഞാൻ ആഹാരവും മരുന്നും കഴിച്ചു. ഇപ്പോൾ എൻ്റെ ക്ഷീണം എല്ലാം മാറി. ഞാൻ ഉഷാറായി. ഇപ്പോൾ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിലിരിക്കുന്ന കുഞ്ഞുമോളുടെ ഫോട്ടോയും അവിടെ ഉണ്ടല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡയറി മാറ്റി എഴുതാവുന്നതാണ്. പ്രവർത്തനം 5.6 പോസ്റ്റർ തയ്യാറാക്കാം. ആഹാരശീലങ്ങളുമായി ബന്ധപ്പെട്ട് കുഞ്ഞുമോൾ തയ്യാറാക്കിയ പോസ്റ്റർ നോക്കൂ. നമുക്കും ഒരു പോസ്റ്റർ തയ്യാറാക്കാം. അവിടെ കണ്ടോ, ആഹാരങ്ങളിൽ വന്ന് ഈച്ച ഇരിക്കുന്നല്ലേ. ഈച്ച വന്നിരുന്ന ആഹാരം നമുക്ക് കഴിക്കാമോ? അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, തുറന്നു വെച്ച ആഹാര സാധനങ്ങൾ കഴിക്കരുതേ. അതുപോലെ നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കിയാലോ? നല്ല ആരോഗ്യത്തിന് നല്ല ആഹാരങ്ങൾ ശീലമാക്കൂ. ജങ്ക് ഫുഡ്സ് എല്ലാം ഒഴിവാക്കണം, ബേക്കറിയിലെ സാധനങ്ങളെല്ലാം ഒഴിവാക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കൊരു പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. പ്രവർത്തനം 5.7 പാചകക്കുറിപ്പ് തയ്യാറാക്കാം. അരിയുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാറില്ലേ? ഏതെങ്കിലും ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം എഴുതാം. ഞാൻ എഴുതുന്നത് കൊഴുക്കട്ടയെക്കുറിച്ചാണ്. വിഭവത്തിൻ്റെ പേര് കൊഴുക്കട്ട. ചേരുവകൾ അരിപ്പൊടി, ഉപ്പ്, വെള്ളം, ശർക്കര, തേങ്ങ. തയ്യാറാക്കുന്ന വിധം: അരിപ്പൊടിയിൽ ഉപ്പും വെള്ളവും ചേർത്ത് കുഴയ്ക്കുന്നു. അതിൽ നിന്നും കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് പരത്തി അതിലേക്ക് ശർക്കരയും തേങ്ങയും കുഴച്ചെടുത്ത് നടുക്ക് വെച്ച് ഉരുട്ടിയെടുക്കും. എന്നിട്ട് അത് ആവിയിൽ വേവിച്ചെടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പലഹാരത്തെക്കുറിച്ച് നിങ്ങൾക്കിവിടെ എഴുതാവുന്നതാണ്. എഴുതുമല്ലോ. അടുത്ത പ്രവർത്തനം 5.8 കണ്ടെത്താം, എഴുതാം. ചേരുവകൾ കണ്ടെത്തി എഴുതാം. പരിപ്പുവട. ചിത്രം കൊടുത്തിരിക്കുന്നത് കൊണ്ടോ പരിപ്പുവടയുടെ. കടലപ്പരിപ്പ്, പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, കറിവേപ്പില, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം അവിടെ ഉണ്ട് അല്ലേ. ഇനി എന്താണ് എഴുതേണ്ടത്? സാമ്പാറിൻ്റെത് നമ്മൾ എഴുതണം. തുവരം പരിപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായം, പച്ചക്കറികൾ, ഉപ്പ്, കറിവേപ്പില, വാളൻപൊടി, മല്ലിയില. ഇനി പ്രഥമൻ്റെത് എഴുതണം. ഏത് പ്രഥമൻ? നമുക്ക് അടപ്രഥമൻ എഴുതാം. അട, ശർക്കര, തേങ്ങാപ്പാൽ, ഏലയ്ക്ക, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, ചവ്വരി, നെയ്യ്. ഇതിലൊക്കെ വേറെന്തെങ്കിലും ചേരുവകൾ നിങ്ങൾ ചേർക്കുമെങ്കിൽ എഴുതാവുന്നതാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ എഴുതി ചേർക്കാവുന്നതാണ്. പ്രവർത്തനം 5.9 വരയ്ക്കാം, നിറം നൽകാം. നിങ്ങൾക്കിഷ്ടപ്പെട്ട ആഹാര സാധനങ്ങളുടെ ചിത്രം വരച്ച് നിറം നൽകാം. അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ വരച്ച് നിറം കൊടുക്കുക. ചെയ്യാമല്ലോ. പ്രവർത്തനം 10 മാതൃക പോലെ എഴുതാം. മാതൃക അവിടെ തന്നിട്ടുണ്ട്. അമ്മ, അച്ഛൻ, അമ്മയും അച്ഛനും എന്നെഴുതിയിട്ടുണ്ട്. അതിന് താഴെ എഴുതിയിട്ടുണ്ട് ദോശ, ഇഡലി. അപ്പോൾ നമ്മൾ എന്തെഴുതണം? ദോശയും ഇഡലിയും എന്നവിടെ എഴുതേണ്ടതാണ്. എഴുതുമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതി ചേർക്കാം. പുട്ട്, കടല, പുട്ടും കടലയും. ചായ, വട, ചായയും വടയും. അപ്പം, മുട്ട, അപ്പവും മുട്ടയും. ചോറ്, കറി, ചോറും കറിയും. ഇതുപോലെ വരുന്ന ജോഡികൾ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. നിങ്ങൾ ഇത് തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി ചേർക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഒപ്പം തന്നെ 1-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് 1-ാം ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ. താങ്ക് യു.